Hi friends, welcome back to Musie's World. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു അടിപൊളി ക്രഞ്ചി ആൻഡ് ടേസ്റ്റി പരിപ്പ് വടയാണ്. മോസ്റ്റ്ലി ബിഗിനേഴ്സിനൊക്കെ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഈ മൂസീസ് വേൾഡ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കൊടുക്കുക. തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൻ തൊട്ട് കൊടുക്കുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഇത് കവർ ചെയ്യാൻ മാത്രം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 hours നമുക്കിതിനെ മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 5 hours കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പരിപ്പ് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതിൻ്റെ ഗ്രീൻ വാട്ടറൊക്കെ പോകുന്ന വരെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നമുക്കിതിനെ ഒരു മിക്സർ ജാറിലേക്കായിട്ട് ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ പരിപ്പ് വട വന്നിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ മിനിമം സൈസുള്ള ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക്. ഞാൻ ഇന്ന് 6 ചീനപ്പറങ്കിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ മാവ് റെഡിയാണ്. നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പിലാക്കിയിട്ടിട്ട് എണ്ണയിലായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മളെ പരിപ്പ് വട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ.